ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീഡിയോ വെച്ച്. ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഇന്ന് ഞാനാട്ടോ പറഞ്ഞത്. ഏബിലിന് കുറച്ച് തൊണ്ടക്ക് ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവനാണിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഒന്ന് ഹായ് പറഞ്ഞാൽ. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വാക്കിനെ പറ്റിയാണ്, അമ്മയെന്ന വാക്കിൻ്റെ അർത്ഥം. ഗൈസ്, ഇപ്പോൾ നമുക്ക് വെക്കേഷനൊക്കെ ആയില്ലേ. ഇതിപ്പോൾ നമ്മൾ അമ്മ പറയും വെയിലത്ത് ഇറങ്ങരുത്, ഇപ്പോൾ ഉച്ച സമയത്ത് കളിക്കാൻ പോകരുത്, വൈകുന്നേരം ആകുമ്പോൾ മീൻ പിടിക്കാൻ പോകരുത്, പുഴയിൽ കുളിക്കാൻ പോകരുത്, കൊച്ചുങ്ങളോടൊക്കെ അങ്ങനെ പറയാറുണ്ട് നമ്മൾ. അപ്പോൾ അമ്മമാർ പറയുന്നത് ശരിയാണ്. നമ്മളതൊന്നും കേൾക്കാണ്ട് നമ്മൾ കൂട്ടുകാർ കുറേ വരുമ്പോൾ നമ്മൾ അമ്മമാരുടെ വർത്തമാനം കേൾക്കാണ്ട് നമ്മളെ നാട്ടിൽ ഇറങ്ങിപ്പോവും. അപ്പോൾ അമ്മമാർ ഇത്തിരി നേരം ചെയ്യുന്നതൊക്കെ പറഞ്ഞ് പോവും വിചാരിക്കും. പക്ഷെ പോയ ആൾ തിരിച്ച് വന്നില്ലെങ്കിൽ അമ്മമാരുടെ വിഷമം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവും. ഞങ്ങൾ കണ്ടിട്ടുണ്ട് കഴിയും. ഞങ്ങളുടെ ഇവിടുത്തെ പുഴയിൽ എന്താണ് മീൻ പിടിക്കാൻ വേണ്ടി കുറച്ച് കൊച്ചുങ്ങൾ പോലെ ഒരു ചക്കൻ മീൻ പിടിച്ച് പാലുണ്ടായി നടന്നു തെന്നിപ്പോയി. അപ്പോൾ ഇപ്പം മഴ അവിടെ തെങ്ങ് വീണ സ്ഥലത്ത് ചലപ്പുണ്ടായിരുന്നു. കൂടെ വന്ന കൂട്ടുകാരന്മാർ എന്താ മൈൻഡ് ചെയ്തില്ല, പേടിച്ചിട്ട് ഓടിക്കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇവന്മാർ മൈൻഡ് ചെയ്തിട്ട് ആൾക്കാരെയൊക്കെ വിളിച്ച് കൂട്ടിയിട്ടുണ്ടാകുന്ന വെച്ചാൽ ഇപ്പോൾ ആ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് അവൻ്റെ അമ്മ കൂട്ടുകാരാണ് വിളിച്ച് പറഞ്ഞ് എൻ്റെ മോനോടെയാണ് വിളിച്ചപ്പോൾ അവൻ പേടിച്ച് അവന്മാർ. ഇങ്ങനെ അമ്മക്ക് മനസ്സിലായി. അമ്മ പുഴേൻ്റെ നാട്ടിൽ പോയപ്പോഴത്തേക്കും കൊച്ചിനെ ഈ നാട്ടുകാരൊക്കെ കൂടി എടുത്തവളെ കിടത്തേക്കണേന്ന് കാണണം. അപ്പം അമ്മേൻ്റെ വിഷമം എത്ര ആയിട്ടുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കി. പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഉച്ച സമയത്ത് വെയിലത്തൊന്നും ഇറങ്ങരുതെന്ന് അമ്മമാർ പറയും. സൂര്യകാന്തി ഏറ്റ നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ശരീരം തന്നെ പൊള്ളിച്ചാകും നമ്മൾ. അത് കറക്റ്റായി. ഗൈസ്, നമ്മളിപ്പോൾ പറഞ്ഞു തന്നത് വെയിലത്തൊന്നും ഇറങ്ങരുത്. അമ്മമാർ പറയുന്നത് മാക്സിമം കേൾക്കണം. അതിപ്പോൾ കേട്ടില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇത്ര ഇറങ്ങണമെന്ന് വിചാരിക്കും. നിങ്ങൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇറങ്ങിക്കോ. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഇറങ്ങിയാലും സീനൊന്നുമില്ല. ഒരു 5 മണി 4 മണി 4 മണി തൊട്ട് 6 മണി 7 മണി വരെ കളിച്ചു സീനൊന്നുമില്ല. പിന്നെ ദൂരത്തൊന്നും അധികം പോകരുത്. അമ്മമാർ പറയും ഇപ്പോൾ നമ്മുടെ വീട് ഇവിടെ, എൻ്റെ വീട് ഇപ്പോൾ മഞ്ഞുമല തെക്കുമുത്ത റോഡാണ് ഇവൻ്റെ. അപ്പോൾ ചില അമ്മമാർ പറയും ഗ്രൗണ്ടിലൊന്നും പോകരുത്, ടർഫിൽ പോകരുത്, അങ്ങനെയൊക്കെ പറയും. ഇവിടെ കുറച്ച് കലപ്പശ്ശേരിയിലേക്കാണ് ടർഫുള്ളത്. അപ്പോൾ സംഭവമാണ് അത്ര ദൂരം വരെ നമ്മളിപ്പോൾ സൈക്കിൾ ഓടി പോയി. അപ്പോൾ എല്ലാ വണ്ടിയും വന്ന് ഓടിക്കാതെ ബസ്സുകാരൊക്കെ തിരക്ക് പിടിച്ചായിരിക്കും നല്ല സ്പീഡിലേക്ക് ഇരിക്കും പോവാം. നമ്മൾ ഇടിച്ച് തെറിപ്പിച്ച് നിങ്ങൾ കണ്ടില്ലേ ഒരു കഴിഞ്ഞ വർഷത്തെ വാർത്തയിൽ അങ്ങനെ ബസ് ഓടിച്ചെന്ന് പറഞ്ഞൊരു വ്യക്തി കടയിൽ കയറിയ ഒരു കൊച്ചിന് നടന്നോനായിരുന്നു. ആ സമയത്ത് വണ്ടി ഇടിച്ചെന്നുള്ളത് വാർത്ത നിങ്ങൾ കേട്ടിട്ടുള്ളതാ. കുറെ നേരം ആ കൊച്ചിൻ്റെ അമ്മ അന്വേഷിച്ച് കാണാനില്ല. അതല്ലേ ആക്സിഡൻ്റായി വാർത്തയിലൊക്കെ വന്നത്. അത് വൈറലായില്ല കാര്യം. പിന്നെ സംഭവമാണ് ഇപ്പം നമ്മളിപ്പോൾ ടർഫിൽ കളിക്കാൻ പോയത് നമ്മുടെ കൂട്ടുകാരോടെ ബസ്സും ലോറിയൊക്കെ വല്ലതും വന്ന് നമ്മുടെ സൈക്കിളിനിട്ടൊരു വെറുതെ ഒന്ന് തട്ടിക്കൊണ്ട് പോയാൽ നമ്മൾ തീർച്ചു. നമ്മുടെ സൈക്കിൾ അത്രേ ഉള്ളൂ. പാഞ്ഞ് വന്നിട്ട് ലോറിക്കാരൊക്കെ. അപ്പോൾ പണി ഇതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അത്രയും ഏതാണ് അമ്മമാർ പറയുന്നത്, ദൂരത്തൊന്നും പോകരുത്, അടുത്തിരുന്ന് കളിക്കണം. നമ്മുടെ വീടിൻ്റെ ഇവിടെ തന്നെ ആണെന്നുവെച്ചെങ്കിൽ അമ്മമാരുടെ ഒരു കണ്ണ് നമുക്ക് ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്. അല്ല ഒരു സംഭവം ഉണ്ട്, കാണിച്ചിട്ടാ പറമ്പ് പോലെ തന്നെ ഒരു സംഭവം. ഒരു പറമ്പ് പോലെ സൈക്കിൾ ഓടിക്കാൻ പോകുന്നത്. സൈക്കിൾ ഓടിക്കാൻ പോകുമ്പോൾ പിന്നെ രസമാണ്. അവിടെ പട്ടിയുടെ കൂടെ ഒക്കെ കളിക്കുക. കടിക്കുന്നത് നമ്മുടെ സ്വന്തം പട്ടിയാണ്. നമ്മള് നമ്മള് അവിടേക്ക് കളിക്കണം. പിന്നെ അധികം പോയാൽ തന്നെ നിങ്ങൾ റൗണ്ട് അടിച്ച് വരാൻ പറ്റും. സൈക്കിൾ ഓടിക്കാൻ പോയാൽ തന്നെ റൗണ്ട് അടിച്ച് വരാൻ പറ്റും. റൗണ്ട് അടിച്ച് നമ്മൾ പ്രത്യേകിച്ചങ്ങനെ പോകും. അല്ലാണ്ട് പ്രത്യേകിച്ച് പോകണമെങ്കിൽ ഒരു പള്ളി വരെ പോകും. അല്ലാണ്ട് കലപ്പശ്ശേരി അങ്ങോട്ടൊന്നും കുറേ പോകില്ല സൈക്കിളിൻ്റെ കൂട്ടി. കുറേ അച്ഛനമ്മമാരുടെ കൂടെ പോകും. അത്രേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നിങ്ങളെല്ലാവരും. എന്നാലും ഇതൊക്കെ നമ്മുടെ അപകടം. അപ്പം അമ്മമാരുടെ വാക്കുകൾ കുറച്ചും കൂടി ഒന്ന് കേൾക്കാൻ ശ്രമിക്കണം നിങ്ങൾ. അപ്പോൾ പറഞ്ഞു തന്നത് ഇത്രയാണ്. അമ്മമാരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം. ബൈ 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 ബൈ. സീ യു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ബൈ.